ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആ റൂമിലാണ് എനിക്ക് അലോട്ട് ചെയ്ത റൂം. സംഭവം ഞാൻ കിടന്നത് ഇവിടെയാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി, അതായത് ഇവിടെ ഇങ്ങനെ ഒക്കെ പാടെ ഇങ്ങനെ ഇട്ടേക്കല്ല, അലങ്കോലാക്കി ഇട്ടേക്കാണ്. അപ്പോൾ എനിക്ക്, അതായത് ഓലെ വീട് ഞാൻ ലേറ്റ് എടുത്തിട്ടോ. ഇവരെ വീട് അതായത് അവിടെ അപ്പുറത്ത് പുതിയ വീട് ഞാൻ കാണിച്ചു തന്നില്ലേ, അത് നല്ല രീതിയിൽ അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കൊരു വലിയ വീടായിരുന്നു. ഇതെന്ത് ചെയ്തു, ഇത് പൊളിച്ചിട്ട് ഇതിലേക്ക് അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റിയതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം എണീക്കാണ്, പ്രശ്നമൊന്നും ചെയ്തില്ല. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഞങ്ങൾ അരുണാചൽ പ്രദേശൊക്കെ പോയി തിരിച്ചു വന്ന സമയത്ത് എനിക്കൊരു വല്ലാത്തൊരു പേടി. അപ്പോൾ ഈ നിൽക്കുമ്പോൾ പോലും പേടിയുണ്ട്. പാമ്പിന് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ തോന്നും. അപ്പോൾ ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ എന്താ ചാർജറിൻ്റെ വയറാണെങ്കിലും ആരെങ്കിലും കൊണ്ട് മേടിച്ചിട്ട് പാമ്പായി തോന്നും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ ഇതുണ്ടോ, ഇത് എൻ്റെ ബ്ലാക്ക് പാന്തറാണ്. ബ്ലാക്ക് പാന്തർ, പാന്തർ. നമ്മൾ വിളിച്ചാൽ എണീക്കൂല. ഓൻ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എണീറ്റു. 2 പൂച്ചകളുണ്ട്. ആ പൂച്ച എന്നുള്ളത് ഈ ഗ്യാപ്പിലൂടെ, ഈ ഗ്യാപ്പ് ഉണ്ടോ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അത് വന്നാണ് ഇന്നലെ ഡൈവ് ചെയ്തിട്ടുണ്ട് രാത്രി 11 മണിക്ക്. ഞാനങ്ങോട്ട് പേടിച്ച്, ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ലൈറ്റ് ഇട്ടുകൊണ്ടാണ് കിടന്നിട്ടുണ്ട്. കുറച്ച് നേരം ഫോണൊക്കെ കളിച്ചാണ് ഇങ്ങനെ ഇതാക്കാം. കാരണം നെറ്റ്വർക്ക് ഇവിടെ ഇല്ല. അപ്പോൾ അത് പേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്ക് ഇങ്ങനെ തോന്നാം, ഇതിൻ്റെ അടിയിലുണ്ട് ഇങ്ങനെ തോന്നട്ടോ. സംഭവത്തിൻ്റെ അടിയിൽ എന്തോ സൗണ്ട് കേൾക്കും. എനിക്ക് ഭയങ്കര പേടി. അത് ഞാൻ പെട്ടെന്ന് ലൈറ്റ് ഇട്ടപ്പോൾ ഒരു ചെറിയ ചുവ ഇങ്ങനെ പോകണം. ചുവ പറഞ്ഞു കഴിഞ്ഞാൽ എലി. എലിൻ്റെ ഹിന്ദി ചില നേരത്ത് വായിന് വരുന്നില്ല. ഇപ്പോൾ ഹിന്ദി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ചുവ എലി ഇങ്ങനെ വരുന്നുണ്ട്. ചെറിയ എലി ഉണ്ടല്ലോ പ്രസവിച്ച് കഴിഞ്ഞ്, ആ എലി ഇതിൻ്റെ മേലേക്ക് ചാടിയിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ ചാടിയിട്ടുണ്ട്. ഞാൻ ഉറപ്പിച്ചു പിന്നാലെ പാമ്പിട്ട് പേടിച്ച് ഞാൻ പെട്ടെന്ന് എണീറ്റാണ്ട് രാത്രി 1 മണിയായിട്ടുണ്ട്. ഇവനിവിടെ കിടന്നുറങ്ങാണ്. ഇതേപോലെ ഓരോരുത്തർക്കും ഓരോ റൂമാണ്. ഇവനവിടെ കിടന്നുറങ്ങാണ്. ഞാൻ ചെന്നവനെ വിളിച്ചു. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ എന്തോ മൂത്രയ്ക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് അവനെ പേടിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ വന്നവിടെ കിടന്നുറങ്ങാൻ പെട്ടെന്ന് എത്തിയാൽ വിളിച്ചു. അപ്പോൾ ഓനെ വിളിക്കേണ്ട വിചാരിച്ച് ഞാൻ കുറേ നേരം നിന്നു. ലാസ്റ്റ് ഓനെ പോയി വിളിച്ച് നൈസായിട്ട് ഓൻ കുറച്ച് നീട്ട് ഞാനവിടെ കിടന്നുറങ്ങി എണീക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മളെ ഇത് പോയില്ല, ഞാനല്ല കുറേ ലേഡീസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു വീഡിയോയിൽ. ഒരു കടലല്ല, മറ്റേ സിയാങ് നദി താഴേക്ക് വരുന്നത്. അതിവിടുന്ന് നമ്മൾ ഇന്നലെ പോയല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സ്വപ്നം. ഞാൻ ഇവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് രാവിലെ ഒരു 8 മണിക്ക്, അതായത് ആ നദിക്കരയിൽ നിന്ന് ആ ഒഴിഞ്ഞേരി എനിക്ക് ചെറിയൊരു സിംഹക്കുട്ടി ഉണ്ടല്ലോ, ഒരു പൂച്ചൻ്റെ വലുപ്പത്തിൽ, സിംഹമല്ല ടൈഗർ, ചെറിയൊരു കടുവക്കുട്ടിനെ കിട്ടി. ഞാൻ അതിനെ നൈസായിട്ട് ഇങ്ങനെ പാമ്പർ ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അതിൽ സ്വപ്നം കേട്ടോ. അതിൽ നേരെ പുഴൻ്റെ അപ്പുറത്തത് ഒരു ഭയങ്കര സൂപ്പർ ഹൈ ജമ്പിൽ ഒരു ടൈഗറിന് വന്ന് ഭയങ്കര വലിയൊരു ചാട്ടം. അത് ഞാൻ സ്വപ്നത്തിൽ ആണ്, ഞാനത് കണ്ടിട്ടില്ല. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതിങ്ങനെ ചാടി വരികയാണ്. എനിക്കാകെ സ്വപ്നത്തിലെ ചില കാര്യങ്ങൾ കാണുമ്പോൾ പക്ക ലൈവായിട്ട് തോന്നും നമുക്ക്. എനിക്കെന്താ ചെയ്യേണ്ടത് അറിയില്ല. അതിൽ ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവന് അപ്പുറത്താണ് കിടക്കുന്നത്. അതായത് ഫ്രണ്ട് ആ തലയ്ക്കും ഞാൻ ഈ തലയ്ക്കാണ് കിടക്കുന്നത്. ആ സൈഡിലും ഞാൻ ഈ സൈഡിലും. ഇത് എന്നെ ക്രോസ് ചെയ്ത് പോവാണ്. എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിക്കേണ്ട രൂപത്തിൽ രാവിലെ 8 മണിക്ക്. അവൻ്റെ കാലുമ്പോൾ ചവിട്ടിയുണ്ട്. അതായത് ഓൻ ഇറങ്ങുന്നത് ഈ കാലുമ്പോൾ ചവിട്ടിയിട്ട് മെല്ലണ്ട് ഇറങ്ങി. അതിൽ ഞാൻ വിചാരിക്കുന്നത് ആ ടൈഗർ പെട്ടെന്ന് എണീറ്റു. ഇതൊക്കെ എന്തിനാ ഇവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞാണ്, കണ്ടന്റ് വേണ്ടേ. പുറത്തെല്ലാം മഴ ഉണ്ടാവും, ഇവിടുത്തെ കാഴ്ചയിലുണ്ടോ. ഞാൻ ഈ ക്യാമറ കട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം. കാരണം ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെക്കാണ്ട്. നല്ല പാമ്പുണ്ടെങ്കിലോ ഡ്രസ്സും നമ്മളെ പല സാധനങ്ങളും ഇവിടെ ഇങ്ങനെ കിടക്കാണ്. ഓക്കെ, ഇതും പുറത്ത് പോയിട്ട് നല്ല മഴൻ്റെ കാഴ്ച കാണണ്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. Good morning bro. 9:40 ഗുഡ് മോർണിംഗ് ജി. Already we are finished half of our work. Cleaned, again given food to cow. Like जो काम था खत्म हो गया. अब खाना खाएंगे. बिल्कुल वो 9:40 हो गया ना, बिल्कुल वो खत्म हो जाएगा.
നല്ല മഴ ഉണ്ട് കേട്ടോ, കിടിലം മഴ. ആസാമീസ് മഴയിലാണ് ഇപ്പം നമ്മളുള്ളത്. ഓക്കെ, തൽക്കാലം നമ്മൾ ബ്രഷ് ചെയ്യണം, കുറച്ച് പരിപാടികളുണ്ട്. കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇന്നത്തെ പരിപാടികൾ ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ സുഹൃത്തുക്കളെ, ഇങ്ങനെ നല്ല മഴ പെയ്തിനു, അതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിടർന്നാട്ടത്. സംഭവം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ഈ ആസാമിൽ നിന്ന് കാണുന്ന റീലുകളുണ്ടല്ലോ, ഇതേപോലെ നമ്മൾ ഫോൺ വെച്ച് പോവും. ഓക്കെ, എന്നിട്ടാണ് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് കാണി, സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പശുണ്ട് ഇവിടെ, പശു എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് അല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മൾ ടോണിക്കുട്ടോടെ ഉണ്ട്. इसका नाम क्या था? इसकी नाम सुभाषिनी नहीं, ധനുശ്രീ. ധനുശ്രീ. ഓക്കെ, മാർവൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. क्या क्या हो गया? विंड से ये उड़ गया ना. ഇതൊക്കെ ഇന്നലെ കാറ്റടിച്ചിട്ടോ. मैं भी सुना था. 2 दिन हो गया. ये ऑरेंज नहीं है ना? ऑरेंज है. हाँ, अभी दिसंबर में ऑरेंज कलर हो जाएगा. ഓറഞ്ച് മരങ്ങളാണ് ഇതൊക്കെ. ഇന്നലെ ഇങ്ങനെ बहुत सारा ऑरेंज. കാ आगे में है. ആ അതൊക്കെ ഓറഞ്ച് മരങ്ങളാണ് ഇവിടെ ഉള്ളതൊക്കെ. ഓറഞ്ച് നമുക്ക് പഞ്ചാബ് പോകുന്നുണ്ട്. ഇത് ഈ കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ പഞ്ചാബിൽ പോകുമ്പോൾ കാണിച്ചു കേട്ടോ, ഓറഞ്ച് മരങ്ങൾ. मौसम्बी यू नो. എൻ്റെ കശ്മീരും പോകുന്നുണ്ട്. കശ്മീരിൽ मौसम्बी भी है. मौसम्बी तो खा भी सकते हैं. മൊസംബി മൊസംബി കാണിച്ചു കേട്ടോ. അപ്പം ഈ നെറ്റ്വർക്ക് ഇല്ല, ഇവിടുന്ന് ഫോൺ എടുത്താലുള്ള പ്രശ്നമാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ സ്റ്റോറി റിവ്യൂ ആണ്, റിവ്യൂ ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മൾ പെയ്ഡ് റിവ്യൂ അല്ല കേട്ടോ, അതൊക്കെ ആൾക്കാർ നല്ല രീതിയിൽ തരുന്ന റിവ്യൂ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ നമ്മളെ കൂടെ വരുന്നത്. ഇതിൽ റീലിട്ടിട്ടുണ്ട്, അതിനാണെങ്കിൽ ചീഞ്ഞ കുറേ കമൻറ്റുകൾ. എന്തായാലേ മനുഷ്യന്മാർ, ഇത് ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? നമ്മൾ കേരളക്കാരൊക്കെ എത്ര ഭാഗ്യം ചെയ്താണ്. ഈ വീഡിയോ ഏകദേശം അറിയോ, ഇതിപ്പോൾ നമുക്ക് എനിക്ക് തന്നെ ഇതിൻ്റെ ലാഭമുള്ളത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എന്ത് ചെയ്യുന്നു, വ്യൂവർഷിപ്പ് ഒക്കെ തരുന്നുണ്ട്. അതിന് ആരൊക്കെ വന്ന് കമൻ്റ് ഇട്ട് എന്താലേ വെറുതെ. ഇതുണ്ട് നിങ്ങൾ ആ വീഡിയോ ആണ് ഇവിടെ. ഇതിന് എവിടെയാണ് 228K. അപ്പോൾ ഓല് കമൻ്റ് ഇടുമ്പോൾ ഓല് ശരിക്കും നമ്മളെ തളർത്താൻ വേണ്ടി ശ്രമിക്കും. ശരിക്കും നമുക്ക് മൈലേജ്. ഞാൻ ഒരു കമൻറ്റ് പോലും വായിക്കുള്ളൂ, അത് വേറെ കാര്യം. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന കമൻറ്റുകളും പോസ്റ്റുകളും നമ്മളത് ശരി. അപ്പോൾ നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഈ ഫോൺ ഇവിടെ തന്നെ വെക്കണം, മറ്റേ നെറ്റ്വർക്ക്. അടുത്ത ബ്ലോഗ് കാണണ്ടേ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോ പറ്റല്ലേ. ഇപ്പം പാമ്പോഫോബിയ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു തോന്നൽ, ഫോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ വല്ല മലമ്പാമ്പ് വിഴുങ്ങുമെന്ന്. 16 Pro നമ്മൾ വാങ്ങിയിട്ടില്ല, വാങ്ങാനുള്ള പ്ലാൻ ഇട്ടിട്ടില്ല. അപ്പോൾ തന്നെ പോയി കഴിഞ്ഞാൽ ഇതിൽ കുറേ ഫുട്ടേജ് കൊണ്ട് പോകും. അപ്പോൾ പാമ്പ് വിഴുങ്ങി നമുക്കൊരു കണ്ടൻറ്റായി കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ തൽക്കാലം നമ്മുടെ ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്ത് തൽക്കാലം ഒന്ന് വെക്കണം ഇവിടെ. ഓക്കെ, ഷൂ ഒക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നോക്കിക്കൊണ്ടിട്ടോ, പാമ്പുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലുണ്ടാവും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. അന്നേരം ഭക്ഷണം കഴിക്കട്ടെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടോ. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റിലുള്ളത് എന്താ പറയുക, പൂരി, പിന്നെ സബ്ജി, ക്യാബേജ് സബ്ജിയാണ്, സോസ്, मैंगो पिकल, ओलिव पिकल, ഒലിവും മാംഗോ. മാംഗോ തൽക്കാലം നമുക്ക് പറ്റിയില്ല. രസമുണ്ട് കേട്ടോ. ഒലീവിനൊക്കെ സ്പെഷ്യൽ ആൾക്കാരെ കഴിക്കുള്ളൂ. അപ്പോൾ കണ്ടോ അധികം ഓയിലി അല്ലാതെ രസമുണ്ട്. रात्रि के मतलब ना देखो बोली मुझ दिखाई दे सके तो मुझका जब लोकल दरिया कूदा लिया पकड़ेगा. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ ദേവി അവിടെ ഉണ്ട്. ഇതാണല്ലോ വീട് കേട്ടോ.
അത് ചില്ലറക്കാരല്ല ഇവർ. ഏകദേശം അത് ഇതുവരെയൊക്കെ എന്താ അറിയോ, 1965 ഇവൻ്റെ വല്യപ്പ ഇങ്ങോട്ട് വന്നതാണ്. ഒരു യു പിക്കാരാണ് ബേസിക്കലി, യു പി ബീഹാരികളൊക്കെയാണ്. അതാണ് കറക്റ്റ് ആസാമീസ് ഇതില്ലാത്തത്. അപ്പോൾ ഇതുപോലെ തോട്ടത്തിൽ കയറണം. ഏകദേശം ഒരു 10-12 കോടിൻ്റെ ആസ്തി ഇവിടെ ഉണ്ട് അവർക്ക്. കോടികളുടെ ആസ്തിയുള്ള ആൾക്കാരാട്ടോ ഇവിടുത്തെ ആളുകളുടെ. വീടും കാര്യങ്ങളും ഒരു പറമ്പ് കൃഷി അതിലാണ് ഇത്. അതായത് വീടിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും പോലെ അത്രത്തോളം ഫോക്കസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള കാഴ്ചകളും കാണാം. മുസംബിയാണോ ഇത്? മുസംബിയാണ് കേട്ടോ. ഓൻ്റെ പാടത്തെ മുസംബിയാണ്. और उसके बारे में बोलो कुछ। कुछ मौसम्बी है। हाँ नहीं भाई जरूर, ये मौसम्बी है, खा सकते हैं, वो हल्दी कलर हो जाएगा, वो मुझे पता है। ये इसके बारे में नहीं भाई मत करो ना, बहुत शर्म लगता है। शर्म क्या लगता है भाई? ये पूरा हमारा एप्पल ट्री दिखाएगा। एप्पल ट्री का एप्पल, हम लोग का यहाँ का जो एप्पल है, लास्ट मंथ हुआ था एक यहाँ। मुझे लगा ग्रीन एप्पल है तो मैंने तोड़ के खा दिया। പാമ്പില്ലാന്ന മതി ആപ്പിൾ എന്തായാലും ഓ ഓ സ്നേക്ക് स्नैक नहीं, നീ മേ സോച്ചാ नींबू का ट्री है ना तो നീ ഇത് കണ്ടപ്പോഴേ പാമ്പാണ് വിചാരിച്ചു സുഹൃത്തുക്കളെ. വിചാരം തെറ്റില്ലല്ലോ, കറക്റ്റ് അതേപോലെ ഉണ്ട്. പാമ്പിനെ പേടി പേടിയൊന്നുമില്ല കേട്ടോ, വെറുതെ പറയണേ. ഇതാണ് ആപ്പിൾ ട്രീ. ആപ്പിൾ ട്രീ ഇവിടെ അല്ല മെയിനായിട്ട്, നമുക്ക് കാശ്മീരിൽ അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ये बाकी सब है ना ഓറഞ്ച്, ये सब ये नींबू, അതൊക്കെ നാരങ്ങ കൃഷിയാണ്. അതൊക്കെ നമ്മൾ അന്ന് വന്നപ്പോൾ കാണിച്ചു. ഏ മദ്ഗോവ ഏ മാമ്പഴം. ഓക്കെ, बिग बिग नींबू, एलिफेंट एप्पल, इसको लेने जाएंगे। क्या एप्पल? एलिफेंट एप्पल, एलिफेंट एप्पल है यहाँ? तुमको पता है एलिफेंट एप्पल के बारे में? मुझे पता नहीं. നമ്മൾ ഓരോ പാടങ്ങളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. ഇത് കിतना का बेचेगा? एक 10 रुपया. ഇത് വലുതായി കഴിഞ്ഞാൽ ഒന്നിന് 10-15 ദിവസം കൊണ്ട് ഇത് വലുതാവും. കിतना ടൈം ലേക്കൊക്കെ ഈ ബന 2 കൊല്ലത്തിൻ്റെ ഇതാണ്. അപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു നാരങ്ങക്ക് കുറച്ചുകൂടി വലുതാവും. 15 ദിവസം കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ. അപ്പോൾ 10 രൂപക്കാണ് പോലെ മാർക്കറ്റിൽ സെയിൽ ചെയ്യുക. ഇതൊക്കെ വലുതായും അടിപൊളിയായിട്ട് പോകും. അങ്ങോട്ട് ഓ കഹാ ചാരാൻ ബി എലിഫൻ്റ് ആപ്പിൾ എന്നൊക്കെ പറയണ്ട. എന്താണ് അവർ പോയി കാണാം. പക്ഷെ ഇവിടെ കാടാണ് പ്രശ്നം. ഇഴജന്തുക്കൾ ഇറ്റ്സ് വെരി 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 ഡേഞ്ചറസ് തിങ്സ്. പക്ഷെ മഴ പെയ്യുമ്പോൾ ഇതൊന്നും വരൂല എന്നാവും പറയണത്. ഓ കേരള में काऊंगा भाई, काऊंगा ये केरला तमुली है, वहीं से लाया है. हाँ केरला में ज़्यादा है भाई. हम लोग वाला जो असम वाला होता है उसमें ज़्यादा गुट्टी नहीं लगता. मतलब കേരളത്തിലെല്ലാം ടോപ്പാണ്. नाम ही केरला तमुली. ഞാൻ ചെരുപ്പിടാതെ ഇനി പോണത് അവിടെ അല്ലേ. മറ്റേ അവിടെ കുറേ പാടത്തുണ്ടോ, നെൽപ്പാടം. 6-7 മാസത്തിന് ഉള്ള ശേഷം 6-7 മാസത്തിന് ഉള്ള നെല്ലൊക്കെ അവിടെ നിന്ന് കിട്ടുമെന്ന് പറയണത്. ഇവിടെ കിണറില്ല, കുഴൽ കിണറാണ്. അതുപോലെ തന്നെ എപ്പോഴും മഴ ആയതുകൊണ്ട് വെള്ളം ഉണ്ടെല്ലായിടത്തും. ഇവൻ പറയണ എലിഫൻ്റ് ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. എങ്ങോട്ടാണ് ഈ പോണാവോ? कहाँ पर हो? कहाँ ऊपर है? कहाँ ऊपर है? कहाँ? हाँ देखा देखा देखा. ये एप्पल का जैसे है? सब्जी बनाते हैं. മനസ്സിലായി. ഇത് കടിച്ചൊക്കെയാണ് ഈ പറയണത് അല്ലേ? എലിഫൻ്റ് ആപ്പിൾ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ. അതാ അതാ ഇത് 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 ഇപ്പുറത്തുണ്ടോ? ഇതാണ് എലിഫൻ്റ് ആപ്പിൾ എന്ന സാധനം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നു. എൻ്റെ വീടാണ് അവിടെ കാണുന്നത്, അങ്ങ് ദൂരെ. ഒരു 100-150 മീറ്റർ നടന്നു വന്നു. ഓക്കെ, നെൽപ്പാടങ്ങളാണ് നിങ്ങൾ.
ഇതൊക്കെയാണ് ഇവിടുത്തെ നെൽപ്പാടങ്ങൾ കേട്ടോ. ഇതൊക്കെ വലുതാണ്. ഇതൊക്കെ വെച്ചാൽ 1965 1965 में आपका बाबा यहाँ पे आया छात्र दे दो थोड़ा देर. 1965. हाँ 1965 आप देखा था उसको देखा था कभी भी पापा देखा था 1965 ഇവൻ്റെ വല്യപ്പ അതായത് മുത്തച്ഛൻ ഇവിടെ വന്നിട്ട് വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതാണ് ഈ സ്ഥലമൊക്കെ. അന്ന് ജിത്തന വോ കാട്ടേക ഉത്തന ഉസ്കാനാ. ആ എത്ര നമ്മൾ വെട്ടി ഉണ്ടാക്കണം. നമ്മളെ നാട്ടിലൊക്കെ വെട്ടിപ്പിടിച്ച കുറേ ഭൂമികളല്ലേ എന്ന പോലെ ഇതുപോലെ പിടിച്ചെടുത്ത സാധനമാണ്. ഇന്നിവിടെ वो कितना सेंट वो भेजा अभी क्या थी अभी जमीन? हाँ 30 lakhs. कितना सेंट? 1 बीघा. बीघा मतलब 1 प्लॉट. सेंटीमीटर नहीं उसको सेंट बोलता हमारा. एक जैसे यहाँ से लेके उस एक एस्टिमेट कर ले. 5 सेंट है ना. 5-4 സെന്റ്. ആ ഒരു ബീഘ അതിൻ്റെ കണക്ക് എനിക്കറിയില്ല. ഒരു ബീഘ വിട്ടത് 30 ലക്ഷത്തിനാണ്. അതായത് ഒരു ഗ്രാമമാണിത്. പക്ഷെ ഓരോ വീടും കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പുറത്തെ വീട് ആകുന്നുണ്ട്. ഇവിടുത്തെ ഒരു കൾച്ചർ അങ്ങനെയാണ്. ആ वो घर में ज़्यादा स्पेंड नहीं करेगा ना. घर में ज़्यादा स्पेंड नहीं करेगा ना. वो घर बनाने के लिए और गाड़ी बनाने के लिए उतना स्पेंड नहीं करेगा. पूरा आपको पैसा वगैरह यहाँ जैसे वो उसका नाम क्या फार्मिंग के लिए കൃഷിക്ക് വേണ്ടിയിട്ടാണ് പോലും മാക്സിമം ഇത് സ്പെൻഡ് ചെയ്യുക. ബാക്കിയൊന്നും ഇല്ല. घर पे बना रहे हैं. हाँ अभी आप लोग का घर बना रहे लेकिन बाकी वो नज़दीक पड़ोसी वाला का उतना नहीं है ना. वो लोग भी poor हैं यहाँ पे ज़्यादातर लोग. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. ഇന്നും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുളങ്കാടുകൾ ആടുന്നുണ്ട് ഇളങ്കാറ്റിൽ. ഓക്കെ അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.